പത്തനംതിട്ട ഭവൻസ് ബാലമന്ദിറിൽ നടന്ന ചരിത്ര കാർഷിക പൈതൃക പ്രദർശനം ശ്രദ്ധേയമായി. കേരളത്തിൻ്റെ 2 കാലഘട്ടങ്ങൾ ചരിത്ര പ്രദർശനത്തിലൂടെ പുനരാവിഷ്കരിച്ചു. കേരളത്തിൻ്റെ 2 കാലഘട്ടങ്ങൾ കുരുന്നുകൾക്ക് മുന്നിൽ വിസ്മയമായി. പത്തനംതിട്ട ഭവൻസ് ബാലമന്ദിർ ഒരുക്കിയ ചരിത്ര കാർഷിക പൈതൃക പ്രദർശനം തികച്ചും വേറിട്ട കാഴ്ചാനുഭവമായി. സ്കൂളിലെ 4 ക്ലാസ് മുറികളിലായാണ് വിസ്മയ പ്രദർശനമൊരുക്കിയത്. ഭവൻസ് മന്ദിറിലെ LKG UKG ഡേ കെയർ കുരുന്നുകൾ വിസ്മയം കണ്ടിറങ്ങി. കുരുന്നുകളേറെ ആവേശത്തിലായിരുന്നു. ഭൂതകാലത്തിലേക്ക് മറഞ്ഞുപോയ കേരളത്തിൻ്റെ ഒരു കാലഘട്ടം സ്കൂളിൽ തീർത്തും പുനരാവിഷ്കരിച്ചിരുന്നു. പഴയ ഗൃഹോപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, നാണയം, സ്റ്റാമ്പ്, പലതരം സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം കുരുന്നുകൾക്ക് മുന്നിൽ കേരളത്തിൻ്റെ ചരിത്രം പറഞ്ഞു. ചിരട്ട കൊണ്ടും പാള കൊണ്ടും തെങ്ങോല കൊണ്ടുമുണ്ടാക്കിയവ കുട്ടികൾ വിസ്മയത്തോടെ നോക്കി നിന്നു. മലയാളിയുടെ സാമൂഹിക ജീവിതങ്ങളുടെ കഥ പറഞ്ഞ പ്രദർശനം മറ്റൊരാകർഷകമായി. ചെറുതും വലുതുമായ ഭവനങ്ങളുടെ രൂപങ്ങൾ, തടികൊണ്ടുള്ള ഉപകരണങ്ങളെല്ലാം വിസ്മയം തന്നെയായിരുന്നു. ABR കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ PA ഫാത്തിമ ബീബി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബലൂൺ പറത്തിയും മത്താപ്പ് കത്തിച്ചും ഉദ്ഘാടന ചടങ്ങ് ഉത്സവമാക്കി. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി ധാരാളം പേര്, നാട്ടുകാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അല്ലാതെ ഡേ കെയർ സ്കൂളിലെയും കുട്ടികളും പേരൻസും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. കേരള ചരിത്ര പഠനം എന്നതിനപ്പുറം കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളുടെ വികാസമാണ് പ്രദർശനം ലക്ഷ്യമിട്ടതെന്ന് ഭവൻസ് ബാലമന്ദിർ പ്രിൻസിപ്പാൾ പ്രിയാകുമാരി പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്യാനും എങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാമെന്നുള്ളതും പഴയ തലമുറയിലുള്ള പല സാധനങ്ങളുമായിട്ട് അവരത് കാണുകയും അത് മനസ്സിലാക്കുകയും പണ്ടവർ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും എക്സിബിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവരിലെ എല്ലാ അഭിരുചികളെയും വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഭവൻസ് ഒരുക്കിയ ചരിത്ര കാർഷിക പൈതൃക പ്രദർശനം കുട്ടികൾക്ക് വലിയ മോട്ടിവേഷനാണെന്ന് രക്ഷിതാക്കളായ ധന്യയും മഞ്ജുവും പറഞ്ഞു. കുട്ടികൾക്ക് കാണാനുള്ള ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസേ, ഓൾഡായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പിള്ളേർ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് കാണാനുള്ള ഒരു അവസരം കൂടെ നല്ലൊരു എഫേർട്ടാണ്. ടീച്ചേഴ്സും എല്ലാവരും നല്ലൊരു എഫേർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് എല്ലാം ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശം 137ഓളം കുട്ടികൾക്ക് മുന്നിൽ ഒരുക്കിയ വിസ്മയ പ്രദർശനം കാണാൻ രക്ഷിതാക്കളും ഭവൻസ് ഗ്രൂപ്പിലെ ഇതര സ്കൂൾ അധ്യാപകരും എത്തി. പുതിയ തലമുറകൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞു. 137 വിദ്യാർത്ഥികളുടെയും അവരെ കൈകാര്യം ചെയ്യുന്ന 10 അധ്യാപകരുടെയും അതുപോലെ തന്നെ 137 അച്ഛനമ്മമാരുടെയും സംയുക്തമായ ഒരു എക്സിബിഷനാണിത്. പ്രദർശനം അത്രമേൽ ഉത്സവ ചായ പകർന്നു. വാര്യാപുരം ഭവൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PR ആശ. എക്സിബിഷൻ എന്താണെന്ന് കിൻഡർ ഗാർഡനിലെ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഴയ തലമുറയിലെ പല സാധനങ്ങളും നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിചയപ്പെടാനും കാണാനും പരിചയപ്പെടാനും ഉള്ളൊരവസരം കൂടി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ചരിത്ര കാർഷിക പ്രദർശനം അങ്ങനെ തികച്ചും അത്ഭുതം തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.